നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ AJK ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഭാഷാ വിഭാഗത്തിൽ മലയാള വിഭാഗത്തിലെ അധ്യാപകനാണ്. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ടി പത്മനാഭൻ സാറിന്റെ തിരഞ്ഞെടുത്ത കഥകളിലെ 4 കഥകളാണ്. പ്രകാശം പരത്തുന്ന പെൺകുട്ടി, ഗൗരി, പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്, മക്കൻ സിംഗിന്റെ മരണം. അപ്പോ ടി പത്മനാഭൻ സാറെ കുറിച്ച് പറയുമ്പോൾ 1931 കണ്ണൂർ ജില്ലയിൽ ജനിച്ചു. ഫാക്ടറിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. 1985 റിട്ടയർഡ് ആകുന്ന സമയത്ത് ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ടാണ് അദ്ദേഹം റിട്ടയർഡ് ചെയ്തത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ കഥകളെല്ലാം വളരെ പ്രസിദ്ധമായ ശേഷം എന്നല്ല അദ്ദേഹത്തിന്റെ കഥകളെല്ലാം വളരെ പ്രസിദ്ധമായിരുന്നു. 2001 വയലാർ പുരസ്കാരം, ലളിതാംബിക അന്തർജനത്തിന്റെ സ്മാരക അവാർഡ്, മുട്ടത്തുവർക്കി അവാർഡ്, 2003 എഴുത്തച്ഛൻ പുരസ്കാരം എന്നിവയെല്ലാം ടി പത്മനാഭൻ സാർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, ഓടക്കുഴൽ അവാർഡ് ഇവയെല്ലാം നിരസിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ മലയാള കഥ സാഹിത്യത്തിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതും അതിനോടൊപ്പം തന്നെ വായനക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയുമാണ് ടി പത്മനാഭൻ സാർ. അദ്ദേഹത്തിന്റെ പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്ന ചെറുകഥയാണ് നമ്മൾ ആദ്യം നോക്കുവാൻ പോകുന്നത്. അതിലെ നായകൻ സംശയത്തിന്റെ ആളിക്കത്തുന്ന പന്തം നെഞ്ചിൽ തിരുകി ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. കടൽക്കരയിലെ നിരന്നു നിൽക്കുന്ന കാറ്റാടി മരങ്ങളുടെ ഒന്നിന്റെ ചുവട്ടിൽ അയാൾ ഇരിക്കുന്നു. കടൽ തീരത്ത് വന്നു പോകുന്ന പല കൂട്ടുകാരെയും അയാൾ കാണുന്നു. പക്ഷെ അവരെല്ലാം ചിരിച്ച് ഉല്ലസിച്ച് സന്തോഷമായിട്ടാണ് പോകുന്നത്. പക്ഷെ അവരുടെ ചിരിയിൽ സ്നേഹത്തിന്റെയോ സന്തോഷത്തിന്റെയോ ബഹളം വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയും കൂടെ അനുജനും അനുജത്തിയും വരുന്നു. അവർ തന്നെ ശ്രദ്ധിക്കുമോ എന്ന് നായകൻ സംശയിക്കുന്നു. കാരണം കടൽത്തീരത്ത് പോകുന്നവരാരും തന്നെ അയാളെ ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെ ഇരുട്ടുമാണ്. ഒരു മരത്തിന്റെ ചുവട്ടിൽ ശില പ്രതിമ പോലെ ഇരിക്കുന്ന തന്നെ അവർ ശ്രദ്ധിച്ചില്ല എന്ന് വരാം. പക്ഷേ ആ പെൺകുട്ടി അയാളെ കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അതിൽ അയാൾ അത്ഭുതപ്പെട്ടില്ല. കാരണം എല്ലായിടത്തും അയാൾ ആ പെൺകുട്ടിയെയാണ് പ്രതീക്ഷിച്ചു കൊടുക്കുന്നത്. കാരണം സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ പ്രകാശം അയാളുടെ മനസ്സിലേക്ക് പകർന്നു കൊടുത്ത ഒരു വ്യക്തി കൂടെയായിരുന്നു ആ പെൺകുട്ടി. ഈ കഥ നടക്കുന്നത് 1 വർഷം മുൻപാണ്. 1 വർഷം മുൻപ് അയാൾ ഈ നഗരത്തിൽ എത്തുന്നു. ഈ നഗരം എന്ന് പറയുന്നത്, ഈ പഴയ നഗരം അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. സ്വന്തം അമ്മയെ എപ്രകാരമാണോ സ്നേഹിക്കുന്നത് അതുപോലെ അയാൾ ഈ നഗരത്തെയും സ്നേഹിച്ചു. അലഞ്ഞു തിരിഞ്ഞു നടന്ന് ദേശസഞ്ചാരം നടത്തുന്ന സ്വഭാവക്കാരനായിരുന്നു ഈ കഥയിലെ നായകൻ. അങ്ങനെ ഒരു ദിവസം ഈ നഗരത്തിലെത്തുകയും തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം പോയി കാണുകയും ചെയ്യുന്നു. അവരെല്ലാം അത്ഭുതപ്പെടുന്നു. യാതൊരു മുന്നറിയിപ്പും കൂടാതെയാണ് ഇയാൾ വന്നത്. ഒരു അറിയിപ്പുമില്ലാതെ കടന്നു വരുന്ന ഒരു സ്വഭാവക്കാരനായിട്ട് നമുക്ക് ഈ മനുഷ്യനെ കാണാം. അദ്ദേഹം നിഗൂഢമായ എന്തോ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് വന്നത് എന്ന് അയാളുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാകുന്നു. പക്ഷെ എല്ലാവരോടും സന്തോഷവും അതിനോടൊപ്പം തന്നെ തനിക്ക് സഞ്ചരിക്കുവാൻ താല്പര്യമുള്ള വഴികളിലൂടെയെല്ലാം സഞ്ചരിച്ച് അവസാനം അയാൾ സിനിമാ തിയേറ്ററിന്റെ മുൻപിൽ എത്തുന്നു. സിനിമ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. ലോകത്ത് സൗന്ദര്യമുള്ള എല്ലാ വസ്തുക്കളെയും അയാൾ സ്നേഹിച്ചു. അപ്പോൾ സിനിമ കാണാം എന്ന് പറഞ്ഞ് തിയേറ്ററിൽ കയറുന്നു. ടിക്കറ്റ് എടുത്ത് തിയേറ്ററിനുള്ളിൽ ഇരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയും കൂടെ ഒരു ആൺകുട്ടിയും, ഒരു അനുജനും അനുജത്തിയും, ആൺകുട്ടി എന്ന് പറയുന്ന അനുജനും അനുജത്തിയും കൂടെ വരുന്നവർ പാട്ടുപാടി ഒച്ചയുണ്ടാക്കിയിട്ടാണ് വരുന്നത്. തൻ്റെ സമീപത്ത് വന്ന് അവർ ഇരിക്കല്ലേ എന്ന് നായകൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ അവർ നായകന്റെ സമീപത്ത് തന്നെയാണ് വന്നിരിക്കുന്നു. പാട്ടുപാടുന്നു, പൊട്ടിച്ചിരിക്കുന്നു. അങ്ങനെ ആ പ്രദേശമാകെ അവൾ പ്രകാശം പരത്തുന്നു, അല്ലെങ്കിൽ അവൾ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ സിനിമ ആരംഭിക്കുന്നു. കഥ മനസ്സിലാകുന്നില്ല, കാരണം അതൊരു ഇംഗ്ലീഷ് സിനിമയായിരുന്നു.
കഥ മനസ്സിലാകാത്തത് കുട്ടികൾക്കായിരുന്നു. എനിക്ക് ഇതിന്റെ കഥ ഒന്ന് പറഞ്ഞു തരുമോ എന്നും പറഞ്ഞ ആ പെൺകുട്ടി നായകന്റെ കയ്യിൽ അയാൾ അത്ഭുതപ്പെട്ടു പോകാൻ കാരണം മുഷിഞ്ഞ കീറിയ വസ്ത്രങ്ങളായിരുന്നു അയാൾ ധരിച്ചിരുന്നത്. മുടി ചീകിയിട്ടുണ്ടായിരുന്നില്ല, ഷേവ് ചെയ്ത ഒരു പ്രാകൃതനായി കാണപ്പെട്ട തനിക്ക് ഈ സിനിമയുടെ കഥ പറഞ്ഞു കൊടുക്കുവാൻ മാത്രം അല്ലെങ്കിൽ ഇംഗ്ലീഷ് സാഹിത്യം അറിയുവാൻ മാത്രം വിവരമുണ്ട് എന്ന് ആ പെൺകുട്ടി മനസ്സിലാക്കിയതേ ഓർത്തിട്ടാണ് അയാൾ അത്ഭുതപ്പെട്ടത്. അങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുന്നു. ഇതിനിടയിൽ അവൾ ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നു. ആദ്യം വേണ്ട എന്ന് പറയുന്നു. പിന്നീട് അവളുടെ നിർബന്ധത്തിൽ അയാൾ ആ ചോക്ലേറ്റ് സ്വീകരിക്കുന്നു. സിനിമ കഴിയാറായപ്പോൾ അടുത്ത ആഴ്ചയും സിനിമയ്ക്ക് വരുമോ എന്ന് ചോദിക്കുന്നു. അമ്മ വിട്ടാൽ ഞാൻ വരാമെന്ന് പറയുന്നു. അപ്പോൾ നായകനോട് പറയുന്നു, അമ്മയോട് പറയണം ഞാനും കൂടെ ഉണ്ട് എന്ന്. അപ്പോൾ മരിക്കുവാൻ പോകുന്ന താൻ ഇനി എങ്ങനെ വരാനാണ് എന്ന് ഓർത്ത് അയാൾ ചിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് സിനിമ വിട്ട് സിനിമ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്ന അയാൾ നായകൻ തിരിച്ച് താമസ സ്ഥലത്തെത്തുന്ന ആ മനുഷ്യൻ കുറച്ചു നേരം തൻ്റെ കിടക്കയിൽ കിടക്കുന്നു. അതിനുശേഷം എഴുന്നേറ്റ് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യും. പക്ഷെ അയാൾ മരിച്ചു പോകുന്നില്ല. അങ്ങനെ വീണ്ടും ദേശസഞ്ചാരമെല്ലാം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷമാണ് ഈ സമുദ്രത്തിന്റെ തീരത്ത് എത്തുന്നത്. അവിടെ ഇരുന്ന് അയാൾ ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ പെൺകുട്ടി കടന്നത്. തന്റെ ജീവിതത്തിലേക്ക് പ്രകാശം പരത്തിക്കൊണ്ട് കടന്നു വന്ന ആ പെൺകുട്ടിയെ അയാൾ അഗാധമായി ഇഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ പിന്നീട് കഥയുടെ അവസാനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന യുക്തിക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് നായകൻ തിരിച്ചറിയുന്നു. കാരണം സംഭവിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതും എല്ലാം നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. യുക്തിക്ക് വിരുദ്ധമായി എന്തു വേണമെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാം എന്ന ഒരു തിരിച്ചറിവോടുകൂടി ആ കഥ അവസാനിക്കുകയാണ്. അടുത്തത് മക്കൻ സിംഗിന്റെ മരണം. ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള ഒരു എത്തിനോട്ടമായിട്ട് വേണം നമുക്ക് മക്കൻ സിംഗിന്റെ മരണത്തെ കാണുന്നത്. മക്കൻ സിംഗ് എന്ന് പറയുന്ന വ്യക്തി ജമ്മു കാശ്മീർ താഴ്വരയിലേക്ക് പോകുന്ന ബസിന്റെ ഡ്രൈവറായിരുന്നു. എല്ലാവരോടും സ്നേഹവും എല്ലാവരെയും സഹായിക്കുവാനുമുള്ള ഒരു മനസ്ഥിതി മക്കൻ സിംഗിന് ഉണ്ടായിരുന്നു. അപ്പോൾ ആ അന്നത്തെ യാത്രയിൽ ഒരു അമ്മയെയും ഒരു പെൺകുട്ടിയെയും കാണുന്നു. രോഗബാധിതനായ മകനെ കാണുവാൻ വേണ്ടി പോകുന്ന അമ്മയും അയാളുടെ ഭാര്യയുമായിരുന്നു. അവർ നിസ്സഹായരായിരുന്നു. അപ്പൊ ദയ തോന്നിയ മക്കൻ സിംഗ് അവരെ സഹായിക്കുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവരെ ബസ്സിൽ കയറ്റും. പോകുന്ന വഴിക്ക് ടിക്കറ്റ് ചെക്ക് ചെയ്യുവാൻ ഇൻസ്പെക്ടർ കയറുന്നു. ഇൻസ്പെക്ടറുടെ നോട്ടത്തിൽ രണ്ടുപേർ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നു. അതുവരെയും യാതൊരു ചീത്തപ്പേരും കേൾപ്പിക്കാത്ത മക്കൻ സിംഗ് ഈ രണ്ടു വ്യക്തികളെ സഹായിക്കുന്നതിന്റെ പേരിൽ തെറ്റുകാരനായി താൻ കാശ്മീരിൽ എത്തുമ്പോൾ പണം തരാം എന്ന് മക്കൻ സിംഗ് ഇൻസ്പെക്ടറെ അറിയിക്കുന്നു. പക്ഷേ ആ ഇൻസ്പെക്ടർ സംബന്ധിച്ച കാരണം പഞ്ചാബികളെ വിശ്വസിക്കുവാൻ കൊള്ളുകയില്ല എന്നൊരു തത്വമാണ് അയാൾ പറയുന്നത്. ഇത് കേട്ട് മക്കൻ സിംഗ് വളരെയധികം കുപിതനായ മക്കൻ സിംഗ് ഇൻസ്പെക്ടറെ അടിക്കുവാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് സമീപത്തുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ അയാളെ സമാധാനിപ്പിച്ച് യാത്ര തുടരുവാൻ പറയുന്നു. അങ്ങനെ മക്കൻ സിംഗ് വാഹനവും കൊണ്ട് പോവുകയാണ്. ചുരം കയറി പോകുന്ന മക്കൻ സിംഗ് അറിയാതെ സ്വപ്നങ്ങളിലൂടെ തൻ്റെ അച്ഛൻ്റെയും പഞ്ചാബിൽ അവർക്കുണ്ടായിരുന്ന കൃഷിയിടങ്ങളെ കുറിച്ചും ഓർക്കുന്നു. ഈ ഓർമ്മ മക്കൻ സിംഗിന്റെ മരണത്തിലേക്കാണ് എത്തിയത്. ഈ സ്വപ്നം കാണൽ മക്കൻ സിംഗിന്റെ മരണത്തിലെത്തുന്നു. യാത്രക്കാർക്ക് യാതൊരു ആപത്തും വരുത്താതെ ബസ് നിർത്തി സ്വപ്നങ്ങളിലൂടെ മരണത്തിലേക്ക് യാത്ര ചെയ്യുന്ന മക്കൻ സിംഗ് താഴത്തു വീഴുന്നു. അപ്പോ ഒരു മനുഷ്യന്റെ എല്ലാവരെയും സഹായിക്കുവാൻ മാത്രം മനസ്സുള്ള ഒരു മനുഷ്യന്റെ മരണം, അവന്റെ സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളിലൂടെ ഒരു എത്തിച്ചേരലായിട്ട് വേണം നമുക്ക് ഈ കഥയെ കാണുക. അടുത്തത് ഗൗരി എന്ന കഥയാണ്. ഗൗരി എന്ന കഥ സ്നേഹത്തിന്റെ, പ്രണയത്തിന്റെ, ഇഷ്ടപ്പെടലിന്റെ ഒരു പുതിയ ചിത്രമാണ് നമ്മൾക്ക് നൽകുന്നത്. 5-6 മാസങ്ങൾക്ക് ശേഷമാണ് ഗൗരി തൻ്റെ കൂട്ടുകാരനെ കാണുന്നത്. ഗൗരി എന്ന് പറയുന്ന സ്ത്രീ ഒരമ്മയാണ്. തൻ്റെ മകളെ കാണുവാൻ പത്തും പത്നിയും ഹോസ്റ്റലിൽ പോകുന്ന ഒരു
സ്ത്രീയായിട്ടാണ് നമ്മൾക്ക് ഗൗരിയെ കാണുവാൻ കഴിയുന്നത്. കാരണം ഭർത്താവുമായുള്ള പിണക്കത്തിൽ ഡൈവോഴ്സ് നൽകാതെ ഭർത്താവ് അവരെ കണ്ടു. ആ സമയത്താണ് ഒരു പുതിയ കൂട്ട് കിട്ടുകയും ആ കൂട്ടുകാരനുമായിട്ട് ലോകം സഞ്ചാരം നടത്തുന്ന ഗൗരിയെ നമുക്ക് പല സ്ഥലങ്ങളിലും കാണുവാൻ പോകുന്നു. അങ്ങനെ 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഗൗരി തൻ്റെ കൂട്ടുകാരനെ കണ്ടു. ആ കൂട്ടുകാരൻ ഗൗരിയെ കാണുമ്പോൾ ഗൗരി കണ്ണട വെച്ചിരുന്നു. അപ്പൊ അയാൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം അന്വേഷിക്കും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് താൻ കണ്ണട വെച്ചത് എന്ന് ഗൗരി പറയും. അപ്പോൾ ഈ കണ്ണട വെച്ചതിന് ശേഷം ഗൗരിക്ക് തൻ്റെ പ്രായത്തെക്കുറിച്ച് ചിന്ത വരും. അപ്പോൾ കൂട്ടുകാരൻ പറയുന്നു, നമുക്ക് ഒരിക്കലും വയസ്സാവുകയില്ല എന്ന് പറഞ്ഞ് ഗൗരിയെ സമാധാനിപ്പിക്കുവാൻ ശ്രമിക്കും. ഗൗരിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഗോപാൽപൂർ ആയിരുന്നു. അവിടുത്തെ സൂര്യ ഉദയവും അസ്തമയവും എല്ലാം ഗൗരിക്ക് വളരെ ഇഷ്ടമാണ്. അതിനോടൊപ്പം തന്നെ അന്നപൂർണി നദിയുടെ മധ്യത്തിലുള്ള ദ്വീപിലെ ജീവിതത്തെക്കുറിച്ച് കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ ആ സ്ഥലം കാണണമെന്നും ഗൗരി വല്ലാതെ ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായി അവിടെ പോയി താമസിക്കാം എന്ന് പറയുകയും കുറച്ചുനാൾ ആരുമില്ലാതെ തൻ്റെ കൂട്ടുകാരൻ്റെതായി മാത്രം ജീവിക്കണം എന്നുള്ള തൻ്റെ സ്വപ്നം അല്ലെങ്കിൽ ചിന്ത ഗൗരി കൂട്ടുകാരനെ അറിയും. അവിടുന്ന് അവർ ഗോപാൽപൂരിലേക്ക് പോകും. ഗൗരിയും കൂട്ടുകാരനും കൂടെ പശുപതിനാഥ ക്ഷേത്രത്തിൽ. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് നടന്നു പോകാമെന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ പറയുന്നത് ഒരുപാട് ദൂരമുണ്ട്, വഴിയാണെങ്കിൽ മോശവുമാണ്. എങ്കിലും അവർ നടന്നു പോകുന്നു. കാരണം ബാഗ്മതി നദിയുടെ കരയിലുള്ള കൽക്കട്ടയിൽ പോയിരിക്കുന്നു. ബാഗ്മതി നദിയുടെ തീരത്ത് മുഴുവൻ ശവ സംസ്കാരം നടക്കുന്നു. ആ ശവ സംസ്കാരം കണ്ട് അവർ ആകെ അസ്വസ്ഥരാകുന്നു. അവിടുന്ന് എഴുന്നേറ്റ് ഗോപാൽപൂരിലേക്ക് പോകും. അപ്പോൾ ഗോപാൽപൂരിലെ പ്രഭാത സൂര്യോദയം കാണുവാൻ വേണ്ടി ചെന്നിരിക്കുന്നു. പാറക്കെട്ടുകളുടെ മുകളിൽ ഇരിക്കുന്ന സമയത്ത് കൂട്ടുകാരൻ ഗൗരിക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ബാല്യകാലത്ത് കുടുംബ സുഹൃത്തുക്കളായിരുന്ന 2 വ്യക്തികൾ തമ്മിലുള്ള പ്രണയമായിരുന്നു കഥയുടെ അടിസ്ഥാനം. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പരസ്പരം കാണുവാനും സംസാരിക്കുവാനും യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. കാരണം അവർ കുടുംബ സുഹൃത്തുക്കളായി. ഒരു ദിവസം ആൺകുട്ടിയുടെ വീട്ടിൽ എത്തിയ പെൺകുട്ടിയെ ചുംബിക്കുവാൻ വേണ്ടി കടന്നു പിടിക്കുകയും ആരോ വരുന്നുണ്ട് എന്നുള്ള സംശയത്തിൽ പെട്ടെന്ന് പെൺകുട്ടി വഴുതി മാറുകയും ചെയ്ത സമയത്ത് അവളുടെ കയ്യിലെ വള പൊട്ടി രക്തം വരുന്നു. ആ രക്തം തുടച്ചു കൊടുത്തുകൊണ്ട് കൂട്ടുകാരൻ പറയുന്നു, ഞാൻ പുതിയ വളകൾ വാങ്ങിച്ചു തരാം. അവളുടെ ചിന്ത അതായിരുന്നു. എന്നും ഈ കാര്യം ഓർക്കണം എന്ന് പറയുന്നു. ഉപരിപഠനത്തിനു വേണ്ടി ആൺകുട്ടി ദൂരേക്ക് പോകുന്നു. ഈ കാലയളവിലൊന്നും തന്നെ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ അധികം സമ്പർക്കം ഉണ്ടായിരുന്നില്ല. കാരണം ആൺകുട്ടിയുടേത് തന്നെയായിരുന്നു അവന്റെ ഭയം, അല്ലെങ്കിൽ അവന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു പേടിയാണ് അവളിൽ നിന്നും അകലുവാൻ കാരണം. അവൾ സുന്ദരിയായിരുന്നു, വളരെ ശാന്തമായി സംസാരിക്കുന്ന വ്യക്തിയുമായിരുന്നു. അവളുടെ വാക്കുകൾ അവന് അമൃതനേക്കാളും സന്തോഷമാണ് നൽകിയത്. പക്ഷെ ഈ ഒരു അകൽച്ച അത് അവളുടെ വിവാഹത്തിലേക്ക് എത്തിയിരുന്നു. വിവാഹം കഴിച്ചത് ധനികനായ ഒരു പുരുഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആൺകുട്ടി സമാധാനിക്കുന്നു. അവൾക്ക് സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം കിട്ടിയല്ലോ എന്ന്. പക്ഷെ അവളുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു. കഷ്ടപ്പാടിലൂടെയുള്ള മുന്നോട്ട് പോവുകയായിരുന്നു. ഒരു ദിവസം കൂട്ടുകാരനെ കാണുവാൻ വേണ്ടി ഈ ചെറുപ്പക്കാരൻ അവളുടെ വീടിന്റെ സമീപത്തു കൂടി പോകുമ്പോൾ തന്റെ കൂട്ടുകാരിയുടെ വീട് അതിനടുത്താണെന്ന് അവന് അറിയാം. അങ്ങനെ പോകുന്ന സമയത്ത് അവളെ ഒന്ന് കണ്ടാലോ എന്ന് നോക്കുമ്പോൾ അവൾ അവനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് വീടിന്റെ മട്ടുപ്പാവിൽ നിൽക്കുന്നു. അവളുടെ രൂപം ആകെ മാറി ക്ഷീണിച്ച്
അവശയായ അവളുടെ രൂപം കണ്ടപ്പോൾ അയാൾക്ക് വേദന. വർഷങ്ങൾക്ക് ശേഷം കാറിൽ ചേട്ടത്തിയമ്മയുമായിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ കാണുന്നു. ആ പെൺകുട്ടി തന്റെ പഴയ കൂട്ടുകാരിയെ പോലെ ഇരിക്കുന്നു എന്ന് അയാൾ. അപ്പോൾ ചേട്ടത്തിയമ്മ പറയുന്നത് ആ പഴയ പെൺകുട്ടിയുടെ മകളാണെന്നും അവൾ മരിച്ചുപോയി എന്ന് പറയുന്നു. മധ്യവയസ്കനായ ഈ ചെറുപ്പക്കാരൻ തന്റെ കൂട്ടുകാരിയുടെ വിയോഗം അറിഞ്ഞ് കണ്ണ് നനഞ്ഞു. അവന്റെ പിടിപ്പുകേടായിരുന്നു അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ തോൽവി എന്ന് ആ പുരുഷൻ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ തിരിച്ചറിയുന്നു. ഈ കഥ പറഞ്ഞു കഴിഞ്ഞ് കൂട്ടുകാരൻ ഗൗരിയെ ഗൗരി ഒന്നും പറയാതെ അയാളുടെ കൈകളിൽ പിടിച്ച് തോളത്ത് തട്ടി സമാധാനിപ്പിക്കുന്നു. ഈ സമയത്തും കടലിൽ സൂര്യൻ ഉയർന്നു വരുന്നില്ല. സൂര്യൻ മേഘങ്ങൾക്കിടയിൽ ഒളിച്ചു കളിക്കുകയാണോ എന്ന സംശയത്തോടു കൂടിയാണ് കഥാകാരൻ ഈ കഥ അവസാനിക്കുന്നത്. അടുത്തത് പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്. പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് എന്ന പേരിന് യാതൊരു അർത്ഥവുമില്ല എന്ന് പലരും പറഞ്ഞു. ഹെമിംഗ്വേയുടെ പുഴ കടന്ന് മരങ്ങളുടെ ഈ കഥയ്ക്ക് യാതൊരു അർത്ഥവുമില്ല എന്ന് പല വ്യക്തികളും കളിയാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കളിയാക്കലിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു ചിന്താഗതിയിലേക്കാണ് നമ്മൾ ഈ കഥ കൊണ്ടുവരുന്നത്. മാനേജറെ കാണുവാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ഡോക്ടർ തന്റെ മാനസിക അവസ്ഥകളെ കുറിച്ച് കഥയിലെ നായകൻ ഡോക്ടറോട് സംസാരിക്കുന്നു. അപ്പോ ഡോക്ടർ അതെല്ലാം നിശബ്ദമായി കേൾക്കുന്നു, അതിന് മറുപടി പറയുന്നു. അതിന് അവസാനം ആരോഗ്യ നികേതനം എന്ന നോവലിനെ കുറിച്ച് പറയില്ലേ, വൈദ്യന്മാരെ കുറിച്ച് സംസാരിക്കുക. അതെല്ലാം ഡോക്ടർ വളരെ നിശബ്ദമായി കേൾപ്പിക്കുകയും അതിനുശേഷം യാത്ര പറഞ്ഞ് ഇറങ്ങുകയും ചെയ്യുന്നു. മാനേജർ കാറിലേക്ക് കൊണ്ടുവിടുന്ന സമയത്ത് നായകനോട് ചോദിക്കുന്നു, ഹെമിംഗ്വേയുടെ മുറിവേറ്റ കേണൽ ആരാണ്? അപ്പോൾ ആ കേണൽ ഞാൻ അല്ല എന്ന് പറഞ്ഞ് സ്വയം നായകൻ രക്ഷപ്പെടുകയാണ്. അത് കഴിഞ്ഞ് വാഹനത്തിൽ കയറുമ്പോൾ വാഹനം കോഴിക്കോട് എത്തുന്നു. ഡ്രൈവർ ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ അയാൾ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഡ്രൈവർ പോയി ഒരു ചായയും കുടിച്ചുകൊണ്ട് തിരിച്ചു വരുന്നു. അവർ യാത്ര ആരംഭിക്കുന്നു. വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകാം എന്ന് ഡ്രൈവർക്ക് വഴി നിശ്ചയമില്ലായിരുന്നു, പറഞ്ഞു കൊടുക്കാമെന്ന് പറയുന്നു. ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ തിരുനെല്ലി കാടുകളിലേക്ക് കടന്നു ചെല്ലുന്നു. നായകൻ ആ തിരുനെല്ലി കാടുകളെ അവിടുത്തെ പുഴയെയും എല്ലാം പറഞ്ഞു. തിരുനെല്ലി എന്ന് പറയുന്നത് മരിച്ചവർക്ക് മോക്ഷം ലഭിക്കുവാനുള്ള ഒരു സ്ഥലമാണ്. അതിനുള്ള ബലി നൽകുന്ന സ്ഥലമാണ്. അപ്പൊ മരിച്ചവർക്ക് മാത്രം, ആത്മാക്കൾക്ക് മാത്രം ബലി നൽകിയാൽ മതി, ജീവിച്ചിരുന്നവർക്കും സമാധാനവും സന്തോഷവും വേണ്ടേ എന്നൊരു ചിന്തയിലേക്ക് നായകൻ എത്തുന്നു. അതിനോടൊപ്പം തന്നെ അവിടുത്തെ മരങ്ങളുടെയും പുഴകളും കടന്ന് തന്റെ മനസ്സിലുള്ള കൂട്ടുകാരിയുമായിട്ട് അയാൾ സഞ്ചരിക്കുന്ന കാഴ്ചയാണ്. കാഴ്ചയാണ് നാം കാണുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടി പത്മനാഭന്റെ കഥകളിലെല്ലാം സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ആത്മനിറവിന്റെ ഒരു ചിത്രം നമുക്ക് എല്ലായിടങ്ങളിലും, എല്ലാ കഥകളിലും പറഞ്ഞപ്പോൾ എല്ലാ കഥകളിലും സ്നേഹം അല്ലെങ്കിൽ സന്തോഷം ഈ ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും സന്തോഷം വ്യത്യസ്തമായ അർത്ഥ തലങ്ങളിൽ ആണെങ്കിൽ ആ സന്തോഷത്തിന് കാരണഭൂതമാകുന്ന ഏതെങ്കിലും ഒരു സംഭവം നമ്മളുടെ ചുറ്റും ഉണ്ടാകും എന്ന ചിന്തയോടുകൂടിയാണ് പത്മനാഭൻ സാറിന്റെ കഥകളെല്ലാം ചെന്നെത്തുന്നത്. നന്ദി, നമസ്കാരം.